സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് അഥവാ പഠന പിന്നോക്കാവസ്ഥ. ഒരു കുഞ്ഞ് പഠനത്തിൽ പുറകിലേക്കാവുന്നതിന് പിന്നിൽ നിരവധിയായ കാരണങ്ങളുണ്ട്. എല്ലാം പഠന വൈകല്യം എന്ന കണ്ടീഷൻ കൊണ്ടാവണം എന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ അറ്റ്മോസ്ഫിയർ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ റീസണിനെ കുറിച്ചാണ്. കുട്ടി സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് വരുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ റീസൺസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്. അതിൽ ഫസ്റ്റ് വന്നിട്ട് സൈറ്റ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. ഒരു കുട്ടി കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ക്ലാസ്സിൽ വരുമ്പോഴേക്കും നല്ല കാര്യമായിട്ടുള്ള രീതിയിൽ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സ്പെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇതല്ല എങ്കിൽ ചില കുട്ടികൾക്ക് കണ്ണിന് ചെറിയൊരു സ്ലൈറ്റ് പ്രോബ്ലം ഉണ്ടാവുള്ളൂ, അപ്പോൾ സ്പെക്സ് വെച്ചിട്ടുണ്ടാവില്ല. അത്തരം കുഞ്ഞുങ്ങൾ പഠനത്തിൽ പിന്നോക്കമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ക്ലാസ്സിൽ? അപ്പോൾ അതിൻ്റെ കുറച്ച് സിംറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. റബ്ബിംഗ് ഐസ് കൺസ്റ്റൻ്റ്ലി വൈൽ ഇൻ ക്ലാസ്. ക്ലാസ്സിൽ കൂടെ കൺസ്റ്റൻ്റ് ആയിട്ട് കണ്ണ് റബ്ബ് ചെയ്യാം. അടുത്തത് ഐസ് ഗെറ്റിംഗ് റെഡ് ഓർ വാട്ടറിങ് വൈൽ റീഡിങ്. ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, വായിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുന്ന കുട്ടികളെ കണ്ടുണ്ടോ? ഒന്നുകിൽ കണ്ണ് നന്നായിട്ട് ചുമന്ന് വരിക, അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരിക. അടുത്തത് വാക്കിംഗ് അപ്പ് ടു ദ ബ്ലാക്ക് ബോർഡ് ഓഫ് ടു കോപ്പി ഡൗൺ. ബ്ലാക്ക് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിന്ന് ഓരോ വേർഡ് വായിച്ചിട്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഒരു ലെറ്റർ വായിച്ചിട്ടോ അല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് അവിടെ ഇരുന്നിട്ട് എഴുതും. എന്നിട്ട് അടുത്ത വേർഡ് വായിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുക. ഇതിൽ ചിലപ്പോൾ ADHD കുട്ടികളും ഈ ഒരു പ്രവണത കാണിക്കാറുണ്ട് കേട്ടോ, അതും ശ്രദ്ധിക്കണേ. അടുത്തത് ടെൻഡൻസി ടു കോപ്പി ഫ്രം അനദേഴ്സ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലാക്ക് ബോർഡ്. ഒന്നുകൂടെ പോയിന്റ് വായിക്കും. ടെൻഡൻസി ടു കോപ്പി ഫ്രം അനദേഴ്സ് ബുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡിൽ നോക്കി എഴുതുന്നതിനേക്കാളും അവർക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് എന്തിനോടായിരിക്കും? തൊട്ടടുത്തിരിക്കുന്ന കുട്ടി എഴുതുന്നത് നോക്കിയിട്ട് എഴുതാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഇതിന് സൈറ്റ് റിലേറ്റഡ് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവാം. ഒപ്പം തന്നെ ചില കുട്ടി കുറുമ്പന്മാർ ഒരു കുസൃതി ഒപ്പിക്കാനോ അല്ലെങ്കിൽ ചിലവർക്ക് കോൺഫിഡൻസ് കുറവിൻ്റെ ഉണ്ടാവും. ഞാൻ എഴുതുന്നത് പോണ്ടോ, അപ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് നോക്കി ഒന്ന് എഴുതാനുള്ളൊരു പ്രവണത കാണിക്കും. ചില കുട്ടി കുറുമ്പന്മാർക്ക് അതൊരു രസമായിട്ടും അടുത്തിരിക്കുന്ന ആളുടെ നോക്കി എഴുതാനായിട്ട് പ്രവണത കാണിക്കും. ഇതല്ല, ചില കുട്ടികൾ സ്ലൈറ്റ് ആയിട്ടുള്ള സൈറ്റ് പ്രോബ്ലം ഉള്ളതിൻ്റെ പേരിലും അടുത്തിരിക്കുന്ന കുട്ടിയുടെ നോക്കിയിട്ട് എഴുതാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ അതുകൊണ്ട് 1-2 പോയിന്റ് മാത്രമല്ല, ഇതിൽ കൂടുതൽ പോയിന്റും ഒരു കുട്ടി കാണിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് സൈറ്റ് റിലേറ്റഡ് പ്രോബ്ലം കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അടുത്തത് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് മിസ്സിംഗ് ഇൻ ദ റിട്ടൺ നോട്ട്സ്. കുട്ടി എഴുതുന്നതിനകത്ത് വേർഡ്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാറുണ്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ. പക്ഷെ ഒരു വേർഡ് തന്നെ അങ്ങ് മിസ് ചെയ്ത് പോയാലോ? അപ്പോൾ അതുണ്ടോയെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ് ഫോളിങ് ഫ്രീക്വൻ്റ്ലി വൈൽ പ്ലേയിങ്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീക്വൻ്റ്ലി അവർ വീഴുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുക. അടുത്തത് കംപ്ലൈനിങ് ഓഫ് ഐ പെയിൻ ഓർ ഹെഡ് ഏക്ക്. അവർ കൂടെ കംപ്ലൈൻറ്റ് ചെയ്യർക്ക് കണ്ണുവേദന എടുക്കണു മിസ്സേ, തലവേദന എടുക്കണു, വയ്യ എന്നൊക്കെ കൂടെ ഒരു കംപ്ലൈൻറ്റ് വരാം. അടുത്തത് ഡിഫിക്കൽറ്റി ഇൻ റീഡിങ് സ്മോൾ ലെറ്റേഴ്സ്. ചെറിയ അക്ഷരങ്ങൾ എഴുതുന്നതിൽ അവർക്ക് റീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവർ എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങളാക്കിയിട്ടായിരിക്കില്ല എഴുതുന്നത്, ഭയങ്കര വലുതാക്കി ആന പോലെ എഴുതാന്നൊക്കെ നമ്മളോട് അങ്ങനെ പറയും, ആന പോലെ എഴുതുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഒത്തിരി വലുതാക്കിയിട്ട് എഴുതാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക. അടുത്തത് കീപ്പിംഗ് ദ ബുക്ക് വെരി ക്ലോസ് ടു ദ ഫേസ് വൈൽ റീഡിങ്. അവർ പുസ്തകം വായിക്കുമ്പോൾ പുസ്തകത്തിൽ ഇങ്ങനെ കണ്ണിനടുത്ത് വെച്ചിട്ട് വായിക്കുക. ചിലപ്പോൾ ഏത് കണ്ണിനാണോ കുറച്ച് കമ്പാരിറ്റീവ്ലി കാഴ്ച കൂടുതൽ, ആ കണ്ണിനടുത്തേക്ക് പുസ്തകം വെച്ച് വായിക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അനുഭവം ഓർക്കുവാണേ. എനിക്കൊരു പ്ലേ സ്കൂൾ ഉണ്ടായിരുന്നു, യൂറോ കിഡ്സ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞിന് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പാരൻസ് നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതിലൊരു ഡൗട്ട് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുട്ടിയുടെ ക്ലാസ് റൂം വന്നത് അപ്സ്റ്റെയർ ആണ്. അപ്പോൾ താഴെ അസംബ്ലി എല്ലാം കഴിഞ്ഞിട്ട് കുട്ടി കോണിപ്പടികൾ ഇങ്ങനെ കയറുമ്പോൾ അവൻ എല്ലാവരോടൊപ്പം കയറത്തില്ല, അവൻ വെയിറ്റ് ചെയ്യും.
എല്ലാ കുഞ്ഞുങ്ങളും കയറിയതിന് ശേഷം മെല്ലെ മെല്ലെയാണ് ഓരോ സ്റ്റെപ്പ് അവൻ കയറുന്നത്. അതും അതിൻ്റെ ഹാൻഡ് റെയിലിൽ പിടിച്ച് വളരെ കെയർഫുള്ളായിട്ടാണ് ഓരോ സ്റ്റെപ്പും കുഞ്ഞ് കയറുന്നത്. അതുപോലെ തന്നെ ക്ലാസ് കഴിയുമ്പോഴും എല്ലാ കുഞ്ഞുങ്ങളും അറിയാലോ, ഒന്ന് ബെല്ലടിക്കേണ്ട താമസം എല്ലാവരും ഓ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കുമ്പോൾ ഇവനവിടെ ഭയങ്കര ക്വയറ്റായിട്ട് നിൽക്കും. എല്ലാവരും ഇറങ്ങിപ്പോകുന്നതിന് ശേഷമാണ് അവൻ്റെ ബാഗ് പോയി എടുക്കുന്നതും ഓരോ സ്റ്റെപ്പും ഭയങ്കര കെയർഫുള്ളായിട്ടും അവൻ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നത്തെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചർ വന്നിട്ട് ഒരു കംപ്ലയിൻറ്റ് ചെയ്തു, അവന് 4 ലൈനിൽ എഴുതാൻ പറ്റുന്നില്ല. ഇപ്പോൾ 4 ലൈനിൽ നമ്മുടെ 4 ലൈനിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് ഇപ്പോൾ കോപ്പി ചെയ്യാനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും, ഡോട്ട്സിന് മീത് ജോയിൻ ചെയ്താൽ മതി, ഡോട്ട്സ് ജോയിനിങ് ചെയ്താൽ മതി. പക്ഷെ ഇവൻ ഡോട്ട്സ് ജോയിനിങ് ചെയ്യുന്നത് ഇതിൻ്റെ മീതിയല്ല, അതിനേക്കാളും ഒത്തിരി വലുതായിട്ടും ആ കറക്റ്റ് ആ ലൈൻമേ കൂടെ അല്ല വ്യത്യാസപ്പെടുത്തിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇവൻ മാത്രം ഇതുവരെയായിട്ട് ശരിയായില്ല. ഞാൻ ആദ്യം കരുതി 2-3 ദിവസം കൊണ്ട് ഓക്കെ ആവുന്നു, പക്ഷെ ഇത്രയും ദിവസങ്ങളായിട്ടും ഈ കുട്ടി ഇത് ഓക്കെ ആവണില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ ഈ ഡോട്ട്സ് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ആ ഡോട്ട്സ് ഒരു കാര്യം ചെയ്തു, ഒന്നും കൂടെ ഡാർക്ക് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ സ്കെച്ച് പെന്നും വെച്ചിട്ട് ഡോട്ട്സിന് മീതെ ഒന്നും കൂടെ ആ ഡാർക്കാക്കി. അപ്പോൾ അവന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. അപ്പോൾ അവൻ അതിൻ്റെ മീതെ കൂടെ കോപ്പി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പാരൻസിനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവന് സൈറ്റ് പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നെ കുട്ടി സ്പെക്സ് വെച്ചു. അപ്പോൾ അതിനുശേഷം കുട്ടി കുറേ കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാസ്സിൽ വരാനും പെരുമാറാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമുക്കിപ്പോൾ ക്ലാസ്സിൽ തന്നെ ആയാലും സ്നെല്ലൻ ചാട്ടൊക്കെ നമ്മുടെ ക്ലാസ്സുകളിലായാലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതിൽ സിംറ്റംസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പാരൻസിനെ വിളിച്ചിട്ട് കുട്ടീനെ ഒരു നല്ലൊരു എന്താ പറയുക കണ്ണുരോഗ വിദഗ്ധനെ കാണിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പറയാം. അടുത്തത് ഹിയറിംഗ് ആൻഡ് സ്പീച്ച് റിലേറ്റഡ് പ്രോബ്ലം ആണ് കേട്ടോ. ഹിയറിംഗ് പ്രോബ്ലം ആണ് നമുക്ക് ആദ്യം നോക്കാം. ഒരു കുഞ്ഞ് ജനിച്ച്, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കുട്ടികൾ ജനിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ കേൾവി ചെക്ക് ചെയ്യാറുണ്ടല്ലേ, കുട്ടിക്ക് എന്തോരം കേൾവി ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കേൾവി ശക്തി പരിശോധിക്കാറുണ്ട്. പക്ഷെ വളരെ ചെറിയ തോതിലെ കേൾവിക്ക് പ്രോബ്ലം ഉള്ളൂ എങ്കിലോ അത് ചെറിയ പ്രായത്തിൽ അറിയാൻ പറ്റാറില്ല. കാരണം കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ കയ്യിലിരുന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചേഷ്ടകൾ കണ്ടവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. അമ്മ നോക്കുമ്പോൾ ചിരിക്കാനും ഒക്കെ ആ ചേഷ്ടകൾക്കനുസരിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കും. പക്ഷേ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞ് ഒരു ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോഴാണ് കുട്ടിക്ക് എന്തെങ്കിലും സ്ലൈറ്റ് ആയിട്ടുള്ള ഹിയറിംഗ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് സ്കൂൾ കാലഘട്ടങ്ങളിലാണ് അത് അറിയാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു സിംറ്റംസ് ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ലീവിങ് ഔട്ട് വേർഡ്സ് ഓർ മേക്കിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഡ്യൂറിങ് ഡിക്റ്റേഷൻ. ക്ലാസ്സിൽ ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡിക്റ്റേഷന് വേണ്ടി പറയില്ലേ, ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടി എഴുതുമ്പോൾ വേർഡ്സിൽ മിസ്റ്റേക്സ് വരിക, അല്ലെങ്കിൽ വേർഡ്സ് ഈ പറയണം മിസ്സിങ് ആയിട്ട് എഴുതുക. അടുത്തത് നോട്ട് ഏബിൾ ടു ഫോളോ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. നമ്മളിപ്പോൾ ഒരു ഗെയിമിനൊക്കെ നിർത്തുമ്പോൾ, ഒരു ഗെയിം കളിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ ഒരു ജനറലായിട്ട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അപ്പോൾ ഇവർക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അടുത്തത് നോട്ട് റെസ്പോണ്ടിങ് വെൻ നെയിം ഈസ് കോൾഡ് സോഫ്റ്റ്ലി ഫ്രം ബിഹൈൻഡ്. കുഞ്ഞുങ്ങളുടെ പുറകിൽ വന്നിട്ട് നമ്മൾ പതുക്കെ പേരെടുത്ത്, ഇപ്പം പുറകിൽ വന്നിട്ട് അഭിനവ് പതുക്കെ നമ്മൾ ശബ്ദം കുറച്ച് വിളിച്ചാലും നമ്മുടെ കുട്ടിക്ക്, നല്ല കേൾവിയുള്ള കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പേര് നമ്മൾ പതുക്കി പുറകിൽ നിന്ന് വിളിച്ചാലും അവരറിയാറില്ല. നോട്ട് റെസ്പോണ്ടിങ് വെൻ നെയിം ഇസ് കോൾഡ് സോഫ്റ്റ്ലി ഫ്രം ബിഹൈൻഡ്. അടുത്തത് ഗെറ്റിംഗ് ആംഗ്രി ആൻഡ് റിയാക്ടിങ് ക്വിക്ക്ലി. പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും. ഈ കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ദേഷ്യം കൂടുതലാണെന്ന് പറയാറ്. അതിന് കാരണം വെച്ചാൽ അവർക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ബുദ്ധിയുണ്ട്, അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവർക്ക് ചില കാര്യങ്ങൾ കേട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അതുകൊണ്ട് കേൾവിയുടെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് അവർക്ക് മനസ്സിലായില്ലെങ്കിലോ, അപ്പോൾ അവർക്കൊരു ഡൗട്ടാണ്, ഇത് എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞതായിരിക്കുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം കൂടുതലായിരിക്കും ഇവർക്ക്. അടുത്തത് നോട്ട് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ദ ഇൻറ്റൊനേഷൻ ഇൻ സിമിലർ സൗണ്ടിങ് വേർഡ്സ്. സിമിലർ ആയിട്ട് ശബ്ദം വരുന്ന വേർഡ്സുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസില്ലേ, ആ ഡിഫറൻസ്
മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുഴ എന്ന് പറയുന്നത് പുഴു എന്ന് പറയുന്നതും ഒരേ സൗണ്ടിൽ നമ്മൾ കേൾക്കണേ. പുഴ, പുഴു, പഴം ഇതൊക്കെ. പക്ഷെ ആ ഒരു ചിലപ്പോൾ പുഴ, പുഴു ഇത് ആ ഒരു ഡിഫറൻസ് ആ സൗണ്ടിൽ ആ വരുന്ന ഒരു ഡിഫറൻസ് ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അടുത്തത് ഏബിൾ ടു ആക്ട് അപ്പോൺ ഇൻസ്ട്രക്ഷൻസ് ഓൺലി ബൈ ഇമിറ്റേറ്റിംഗ് അതർ ചിൽഡ്രൻ. അതായത് മറ്റു കുട്ടികൾ ഇപ്പം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, മൊത്തത്തിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ മറ്റു കുട്ടികൾ ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കാം. അപ്പോൾ എന്താ പറയുക, ഇപ്പം പെട്ടെന്ന് ഒരു ഓട്ടമത്സരം നിർത്തിയേക്കാന്ന് വെക്കുക. നമ്മൾ വിസിലൊന്നും വിളിക്കണില്ല, നമ്മൾ ജസ്റ്റ് റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറയാണ്. അപ്പം മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് ഇവർ നോക്കുമ്പോൾ ഇതാണ് പറഞ്ഞത്, ഓക്കെ അപ്പം ഇത് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നത് ഇവർക്ക് ഫസ്റ്റ് തന്നെ അത് ക്ലിക്ക് ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം. അടുത്തത് അർജൻസി ടു കോപ്പി ഫ്രം അതേഴ്സ് ബുക്ക്. നമ്മൾ സൈറ്റ് റിലേറ്റഡ് പ്രോബ്ലത്തിലും ഇത് തന്നെ പറഞ്ഞു. മറ്റു കുട്ടികളുടെ ബുക്ക് നോക്കിയിട്ട് എഴുതിയെടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. ഇവരിലും അത് തന്നെ ഉണ്ടാവും. കാരണം അത് ടീച്ചർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത് നോക്കി എഴുതുന്ന ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അടുത്ത കുട്ടിയുടെ നോക്കി എഴുതുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടീച്ചർ പറയുന്ന ഒരു വേർഡ്, ഇപ്പം നമ്മൾ ഡിക്റ്റേഷൻ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു ടീച്ചർ വേർഡ്സ് എന്താ പറയുക വേർബലി പറയുമ്പോൾ അടുത്ത കുട്ടിയുടെ നോക്കിയിട്ട് ഇവർ എഴുതാനുള്ളൊരു ടെൻഡൻസി കാണിക്കാം. അടുത്തത് നോ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസ്സസ് ടു റിലേ ഓൺ വെർബൽ ഇൻസ്ട്രക്ഷൻസ്. ക്ലാസ്സിലെ ടീച്ചർ ഇപ്പോൾ ബ്ലാക്ക് ബോർഡിൽ എഴുതി കുട്ടി അത് പകർത്തിയെടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ടീച്ചർ ഇങ്ങനെ വെർബലി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പോൾ അത് കേൾവിയിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അതുണ്ടാവും, മടികടയും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എല്ലാ സിംറ്റംസും വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേൾവിക്ക് ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അടുത്തത് നോ റെസ്പോൺസ് ടു പെർട്ടിക്കുലർ സൗണ്ട്സ്. ചില പെർട്ടിക്കുലർ സൗണ്ട്സിനോട് ഇവർക്ക് വലിയ റെസ്പോൺസ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അടുത്തത് അതർ ചിൽഡ്രൻ മേ ടീസ് ദീസ് കിഡ്സ് ബൈ കോളിംഗ് ദം നിക് നെയിംസ്. കാരണം ചിലപ്പോഴേക്കും ചില കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ചിലപ്പോൾ പാരൻസ് ആയിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത്, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പൊട്ടെന്ന് വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു, അങ്ങനെ പല നിക് നെയിംസും പല ഇതുകളും വിളിക്കും. അപ്പോഴാണ് ഇതെന്താണ്, അപ്പോൾ മിസ്സേ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ മിസ്സേ ഞാൻ അങ്ങനെ പറഞ്ഞ അവൻ കേട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ വേറെ തെറ്റി കേട്ടു എന്നൊക്കെ പറയണതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഹിയറിംഗ് ലോസ് ഉള്ളത് കൊണ്ട് ഒക്കെ ആയിരിക്കാം മേ ബി. ഇനി അടുത്തത് ഹൗ ടു ഹെൽപ്പ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ ദ ക്ലാസ് റൂം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്കൊരു ആസ് എ ടീച്ചർ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിന് പറയുന്ന കാര്യമാണ് ടീച്ചർ മസ്റ്റ് സീ ദ ചൈൽഡ് നോട്ട് ഫേസ് ടു ഫേസ് ബട്ട് ഫാർ എ പാർട്ട് ആൻഡ് ദെൻ. തൊട്ടടുത്തല്ല, അതൊരു ബാക്കിലായിട്ടൊക്കെ ഒന്ന് ഇരുന്നിട്ട് നമുക്കിതൊരു ടെസ്റ്റ് പോലെ ചെയ്യാം. കോൾ ഹിസ് നെയിം ഔട്ട് യൂസിങ് നോർമൽ സൗണ്ട്, ലെറ്റ് ഹിം റെസ്പോണ്ട്. നമ്മൾ വളരെ നോർമൽ സൗണ്ടിൽ കുട്ടീനെ വിളിക്കുമ്പോൾ കുട്ടി അതിനോട് റെസ്പോണ്ട് ചെയ്യണോ എന്ന് നോക്കുക. അതിപ്പോൾ തൊട്ട് നേരെ നിന്നിട്ടല്ല, തൊട്ട് ബാക്കിൽ നിന്നിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ പുറകിലേക്ക് ഇറങ്ങി നിന്നിട്ടോ നമ്മൾ നോർമലി സൗണ്ടിൽ വിളിക്കുമ്പോൾ. ഇതല്ല, കുറച്ചും കൂടെ നോർമലിനേക്കാളും കുറച്ചും കൂടെ ശബ്ദം താഴ്ത്തിയിട്ട് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാം. പിന്നത്തെ വേറെ കാര്യം വെച്ചാൽ ആസ്ക് ഹിം ടു റേസ് ഹിസ് ഫിംഗേഴ്സ് വെൻ ഹി കോൾ ഔട്ട് നമ്പേഴ്സ് ഇൻ റാൻഡം യൂസിങ് നോർമൽ സൗണ്ട്സ് ആൻഡ് ഒബ്സർവ് ഹിസ് റിയാക്ഷൻസ്. നമ്മൾ എന്തെങ്കിലും കുട്ടിയോട് പറയാണ്, വലത് കൈ അപ്പം നമ്മൾ ബാക്കിൽ നിന്നിട്ട് പറയണേ, ആദ്യം പേര് വിളിക്കണം അഭിനവിൻ്റെ റൈറ്റ് ഹാൻഡ് ഒന്ന് പൊക്കി പിടിച്ചേ, റേസ് ചെയ്തേ റൈറ്റ് ഹാൻഡ് എന്ന് പറയാണ്. അപ്പോൾ കുട്ടിയെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു 1 ഫിംഗർ അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് ഒന്ന് പൊക്കി കാണിച്ചേ എങ്ങനെയാണെന്ന് എന്ന് പറയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുമ്പോൾ കുട്ടി അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. അടുത്തത് tap your hand on the desk softly in the specific beat and ask him to imitate it. നമ്മൾ ബാക്കിൽ ഒരു ഡെസ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളങ്ങനെ ചെറുതായിട്ടൊരു താളം ഉണ്ടാക്കുകയാണ്. കുഞ്ഞിനോട് പറയാണ്, ഇപ്പം എന്തെങ്കിലും കേൾക്കണുണ്ടോ, ഒരു ശബ്ദം കേൾക്കണുണ്ടോ, എന്ത് ശബ്ദമാണ് അല്ലെങ്കിൽ എന്താ കേൾക്കുന്നത്, അത് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ കുട്ടി ഒരു ചുമരിനോട് അഭിമുഖമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുട്ടി ഇത് കേട്ടിട്ട് ടീച്ചർ ഇപ്പോൾ ഒരു താളം ഉണ്ടാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഒരു ക്ലാപ്പ് ചെയ്യുന്നു വെച്ചാൽ 1 clap 1 1 2
ഇപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ഓർഡറിൽ 1 1 2 ഇത് കുട്ടി കേട്ടിട്ട് അത് തന്നെ കുട്ടിക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇപ്പം ഈ രീതിയിലൊക്കെ ഒരു ടീച്ചറിന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. If the child is not able to follow these instructions correctly, it must be understood that he may have hearing related problems. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അനുമാനിക്കാം അവനെന്തെങ്കിലും ഹിയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ലൊരു ENT കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളുടെ പാരൻസിനോട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്. ഈ കുട്ടി ഇപ്പോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ വേറൊരു കുട്ടീനും കൂടെ കുറച്ച് മാറി നിർത്തിയിട്ട് ഇതേ ചെയ്യുമ്പോൾ കുട്ടി ചെയ്യുന്നുണ്ടോ, അതേ ഏരിയയിൽ തന്നെ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നോർമൽ കുട്ടീനെ നിർത്തുമ്പോഴും ഇത് ചെയ്യുന്നുണ്ടോ എന്നും കൂടി അങ്ങനെയൊക്കെ ആയാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഹിയറിംഗ് എബിലിറ്റി ക്യാൻ ബി കാറ്റഗറൈസ്ഡ് എന്ന് പറഞ്ഞൊരു ഇത് പറയാം. ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നോർമൽ ഹിയറിംഗ് വരുന്നത് 0 to 50 dB ആണ് കേട്ടോ. നോർമൽ ഹിയറിംഗ് 0 to 50 dB. മിനിമൽ ഹിയറിംഗ് ലോസ് 16 to 25 dB. 16 to 25 dB. Mild hearing disability 26 to 40 dB. Moderate hearing disability 41 to 55 dB. Moderate severe 56 to 70 dB. Severe 71 to 90 dB. Profound 91 dB and above. ഇതിനകത്ത് ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യണമെന്നൊരു തോന്നൽ. ഞങ്ങളുടെ സ്പെഷ്യൽ സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ കുഞ്ഞൊരു നോർമൽ കുഞ്ഞായിരുന്നു കേട്ടോ. നന്നായിട്ട് കേൾവിശക്തിയും ഒക്കെ ഉള്ളൊരു കുഞ്ഞായിരുന്നു. 2 വയസ്സിൽ കുഞ്ഞിനൊരു പനി വന്നു കഴിഞ്ഞിട്ട് അത് മെനിഞ്ചൈറ്റീസ് ആയിട്ട് മാറുകയും അവന് കംപ്ലീറ്റ്ലി ഡെഫായി പോകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ കുട്ടിക്ക് പിന്നെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. നമുക്ക് കുറേ പേർക്ക് അറിയാം കോക്ലിയർ ഇംപ്ലാന്റ് എന്താണെന്ന്. കംപ്ലീറ്റ്ലി ഡെഫാവുന്ന ഹിയറിംഗ് ലോസ് ഇപ്പോൾ ഈ പറഞ്ഞോണം പ്രൊഫൗണ്ട് കേസ് 91 dB ആൻഡ് എബവ് വരുന്ന കേസിൽ. ബാക്കിയൊക്കെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ മിനിമൽ ഹിയറിംഗ് ലോസിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മൈൽഡ് ഹിയറിംഗ് ഡിസബിലിറ്റി തുടങ്ങിയിട്ട് ഒരു സിവിയർ ഹിയറിംഗ് ഡിസബിലിറ്റി വരേക്കും വേണമെങ്കിൽ നമുക്ക് നല്ല ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. കുട്ടികൾക്ക് കേൾക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു പ്രൊഫൗണ്ട് കേസ് എന്ന് പറയുമ്പോൾ ഹിയറിംഗ് എയ്ഡ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഹിയറിംഗ് എയ്ഡ് വെച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ സർജറി ചെയ്തിട്ട് അതിനുള്ളിലേക്കാണ് മെഷീൻ വെച്ചിട്ടുണ്ടാവുക, പുറത്തും ഉണ്ടാവും ഒരു മെഷീൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ടീച്ചറിൻ്റെ കുഞ്ഞിന് അങ്ങനെ ഹിയറിംഗ് ലോസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫൗണ്ടായിട്ട് അവന് ഇങ്ങനെ ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമുക്ക് എപ്പിലെപ്സി എന്താണെന്ന് നോക്കാം. എപ്പിലെപ്സി മൂലം കുട്ടികൾക്ക് സ്കോളാസ്റ്റിക് ബാക്ക്ബേൺസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പിലെപ്സിനെ കുറിച്ച് ചെറുതായിട്ട് ആണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ ഒരു പവർ ഹൗസ് തന്നെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷനിൽ വരുന്ന ഒരു ഇഷ്യൂസാണ് പലപ്പോഴും എപ്പിലെപ്സിക്ക് കാരണമായി തീരുന്നത്. അപ്പോൾ എപ്പിലെപ്സിയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് സിംറ്റംസ് നോക്കാം. അത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയെടുക്കണമെന്നില്ല, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് കുട്ടികൾ വായിൽ നിന്ന് നുരയും പതയും ഒഴുകുക, കൈകാലുകൾ വിറയ്ക്കുക, ബോധം മറിഞ്ഞു പോവുക തുടങ്ങിയുള്ള അവസ്ഥ. നടക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ബാലൻസ് തെറ്റിപ്പോവാം. ഇപ്പം ഇവിടെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികളെ ഞങ്ങൾ നിന്നിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴേ ചില ദിവസങ്ങൾ അവർ ഭയങ്കര ഒരു മൂകത കാണിക്കാറുണ്ട്, ഭയങ്കര ഒരു മൂകമായിട്ട് ഇരിക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ നല്ല എനർജറ്റിക്കായ കുട്ടി പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു വ്യത്യാസം വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഞങ്ങളിവിടെ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്, അവരുടെ കൈ നോക്കുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തിരിക്കും. നോർമലിനെ അപേക്ഷിച്ച് കൈ വല്ലാതെ തണുത്ത് പോകുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ് അത്. അപ്പോൾ അത് ഇതുപോലെ എപ്പിലെപ്സിയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പത്തുള്ള ഒരു സിംറ്റമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ
കുട്ടികൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ കറക്റ്റ് ടൈമിലാണ് കൊണ്ടുവന്നത്, ഇത് ഫിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ തന്നെ വേണ്ട മെഡിസിൻസും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഫാർ ബെറ്റർ എന്നുള്ള രീതിയിൽ ആവാറുണ്ട്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ ബാലൻസ് സെറ്റിൽ പോവുക, ഒരു ബാലൻസ് സെറ്റ് വീഴാൻ പോവുക, അല്ലെങ്കിൽ വീഴാൻ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിങ്ങനെ നിൽക്കുക, ഇങ്ങനെ ആടുക, അങ്ങനെയുള്ളൊരവസ്ഥ സംഭവിക്കുക. അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരൊരു ഓഫ് ആവുക, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. അത് നോർമലി ഉള്ള പോലെയല്ല കേട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ അല്ലാതെയൊക്കെ ആലോചിച്ചിരിക്കും, അതല്ലാതെ നോർമലി നല്ല അറ്റൻറ്റീവ് ആയിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്തൊക്കെയോ ആലോചിച്ച് ഇരിക്കുക. അതായത് പിന്നെ നമ്മൾ എന്താണ് ആലോചിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അതേക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ഓർമ്മയോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കുക. അതുപോലെ ഏതെങ്കിലും ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ, റൈറ്റ് സൈഡിലാണെങ്കിൽ ആ റൈറ്റ് സൈഡിൽ മാത്രം കയ്യോ കാലോ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം കയ്യോ കാലോ വിറയ്ക്കുക, അല്ലെങ്കിൽ തളർന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുക. പിന്നെ കൂടെ കുഞ്ഞുങ്ങൾ അറിയാണ്ട് വീണു പോകുന്നൊരവസ്ഥ. ഇനി അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആവുക, അബോധാവസ്ഥയിൽ നിലത്ത് വീഴുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് തന്നെ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഏതാനും ഒരു മിനിറ്റ് വെട്ടി വേർക്കും. ഇങ്ങനെ കുട്ടികളിങ്ങനെ സ്തംഭിച്ചിരിക്കായിരിക്കും, ഇങ്ങനെ എന്തോ ഒരു സ്വപ്നം കണ്ടിരിക്കുന്ന മാതിരി. അപ്പം ഞാൻ പറഞ്ഞല്ലോ കൈയും കാലും ഒക്കെ തണുത്ത് പോകാന്നുള്ളത്, ചിലപ്പോൾ അങ്ങനെ ശരീരം മൊത്തം വേർത്ത് ഒലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് വീണ് കഴിഞ്ഞിട്ട് പല്ലൊക്കെ ഞെരിച്ച് കടിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവുക. അതുപോലെ കുട്ടികൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെയാലും ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുക, എന്നിട്ട് ഓരോ ഗോഷ്ഠികൾ ശരീരത്തിൻ്റെ ഓരോ മുഖങ്ങനെ കോടി പോണ മാതിരിയോ അങ്ങനെ എന്തെങ്കിലും ഗോഷ്ഠികൾ കാണിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്സിൻ്റെ ഒരു ലക്ഷണമാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം, വേണ്ട മാനേജ്മെൻറ്റിനും കാര്യങ്ങളും അധികാരികളെ അറിയിക്കുക, ഒപ്പം തന്നെ പാരൻസിനെ ഇൻഫോം ചെയ്യുക. ഉടനെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക. കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ വീണ് പോയാൽ, ക്ലാസ്സിൽ എന്തെങ്കിലും പെട്ടെന്ന് വീണ് പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശബ്ദമുണ്ടാക്കാതെ ഒക്കെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭയക്കാതിരിക്കുകയാണ് ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കാണുന്നത് നമ്മൾ ഭയക്കരുത് എന്നുള്ളതാണ്. പിന്നെ എല്ലാവരും കൂടി ഓടി വന്ന് എന്താ പറ്റിയേ എന്നുള്ളതൊന്നും കാണിക്കരുത്. കുട്ടികൾ ഓടി വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും അരികത്തു നിന്നെല്ലാം മാറ്റുക. തുറസായ ഒരു സാഹചര്യം ഇവർക്ക് ആവശ്യമാണ്. കാറ്റും വെളിച്ചവും വെട്ടും ഇവർക്ക് ആവശ്യമാണ്. ഡ്രസ്സ് ടൈറ്റായിട്ടിരിക്കുന്ന ഡ്രസ്സുകളുണ്ടെങ്കിൽ ഡ്രസ്സുകൾ അയച്ചിടുക, അതിൻ്റെ ബട്ടൺസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കേർട്ടാണെങ്കിൽ സ്കേർട്ടിൻ്റെ ഒക്കെ ബട്ടണൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് ഒന്ന് ഫ്രീ ആക്കിയിടുക. അത് ഇവരുടെ ശരീരത്തിലേക്ക് കാറ്റ് കിടക്കാവുന്ന രീതിയിൽ ഇതാക്കിയിടുക. എന്നിട്ട് ശാന്തമായിട്ട് തന്നെ കുഞ്ഞിൻ്റെ അടുത്ത്, കുഞ്ഞ് കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട കേട്ടോ, മോനൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കൂളാക്കുക. അപ്പം തന്നെ നമ്മൾ ഉടനെ തന്നെ അധികാരികൾ അറിയിക്കുന്നതിനൊപ്പം തന്നെ കുട്ടീനെ ഒന്ന് കാമാക്കാനുള്ളൊരു കാര്യങ്ങളാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. എന്നിട്ട് ഏറ്റവും അടുത്ത് തന്നെ നമ്മളൊരു മെഡിക്കൽ സപ്പോർട്ട് കുഞ്ഞിന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ടും പീഡിയാട്രിഷ്യനെയാണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റ് ചില കണ്ടീഷൻ, ചില പ്രോബ്ലംസുകൾ കൊണ്ട് കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ക്രോണിക് ഡിസീസ്, കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രോണിക് ഡിസീസ്, ഇപ്പോൾ ആസ്മ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഉണ്ടെങ്കിൽ കുട്ടികളും പഠനത്തിൽ പിന്നോക്കം വരാറുണ്ട്. അവരുടെ ശാരീരികപരമായ കാര്യങ്ങൾ കൊണ്ട് കുട്ടികൾ അവശതയാവുക, അതിൻ്റെ മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പേരിലൊരു ടയേർഡ് ആവുക കുട്ടികൾ, അതുകൊണ്ടൊക്കെയും പഠനത്തിൽ പിന്നോക്കം വരാറുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഹെൽത്ത് ഇഷ്യൂസ്, മാൽ ന്യൂട്രിഷൻ, പോഷകാഹാരത്തിൻ്റെ കുറവ്, അടുത്തത് അനീമിയ, അതുപോലെ തന്നെ അടുത്തത് പെയിൽനെസ്, വിളർച്ച ഉണ്ടായിരിക്കുക, പിന്നെ വെയിറ്റ് ലോസ് ഉള്ള കുട്ടികൾ, പിന്നെ എക്സസീവ് സ്ലീപ്പ് ഉറക്കക്കുറവ് ഉള്ള കുട്ടികൾ, ഇമ്മൊബിലിറ്റി, അതുപോലെ തന്നെ ഒബെസിറ്റി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളിൽ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ADHD ഉള്ള കുട്ടികളാണെങ്കിൽ അതിന് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുട്ടികളെ തളർത്താറുണ്ട്.
അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണം കൊണ്ടും കുട്ടികൾ ക്ഷീണം ആയിട്ട് ഇരിക്കുക, ക്ലാസ്സിൽ എനർജറ്റിക് അല്ലാതിരിക്കുക, കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കമാവുന്നൊരവസ്ഥ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ശരിയായ ചികിത്സയും കാര്യങ്ങളും ലഭ്യമാക്കുക, ശരിയായ ആഹാരക്രമങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇത്തരം അവസ്ഥയ്ക്ക് പരിഹാരമാകാവുന്നത്.